മിഷനെ അറിയുവാനും മിഷനെ സ്നേഹിക്കുവാനും മിഷൻ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ എക്സിബിഷൻ കാണുവാനും മിഷൻ അനുഭവം സ്വന്തമാക്കുവാനുമായി തൃശ്ശൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ എക്സിബിഷൻ പവനിലേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിയാത്ത് മിഷന്റെ മിഷൻ കോൺഗ്രസിന്റെ എക്സിബിഷൻ സ്റ്റാളിന് മുന്നിലാണ്. ഇവിടെ തങ്ങളുടെ വിവിധങ്ങളായ മിഷൻ എക്സ്പീരിയൻസുകളും മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന വിവിധങ്ങളായിട്ടുള്ള എക്സിബിഷൻ സ്റ്റാളുകൾ, കൗണ്ടറുകളെല്ലാം നമുക്ക് ഇവിടെ തൊട്ടുപുറകിൽ തന്നെ കാണാം. വൈദികരുടെയും സന്യസ്തരുടെയും നേതൃത്വത്തിൽ നിരവധി കൗണ്ടറുകൾ ഇവിടെ ഉണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. FCC സന്യാസിനി സമൂഹത്തിന്റെ കെനിയ മിഷനെ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റാളാണ്. ഈ എക്സിബിഷൻ സ്റ്റാളിൽ തന്നെ ഏറ്റവും മനോഹരമായ സ്റ്റാളുകളിൽ ഒന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു FCCയുടെ ഈ സ്റ്റാള്. ഈ ബാമ്പു കൊണ്ടൊക്കെ ഏറ്റവും അറേഞ്ച് ചെയ്ത് ആൾക്കാരെ എല്ലാം വളരെ ആകർഷിക്കുന്ന തരത്തിലാണ് കെനിയ മിഷനെ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റാള് ഈ സന്യാസിനിമാരെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൽ വളരെ സംതൃപ്തിയുണ്ട്. ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ചെയ്യുന്ന വർക്ക് തന്നെ ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാനും ഇതുപോലെ ഒരു മോഡലിലായിട്ടും പിന്നെ പിക്ചേഴ്സായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ അവസരം കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ FCCയെ പറ്റി പറയാനും ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. FCC സന്യാസിനി സമൂഹത്തിന്റെ ആഫ്രിക്കയിൽ പ്രത്യേകിച്ച് കെനിയയിൽ അടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ, കറുത്ത മാതാവിനെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. കെനിയ മിഷനെ അവതരിപ്പിക്കുന്ന ഈ സന്യാസിനിമാര് ഒട്ടകപ്പക്ഷിയുടെ ഒറിജിനൽ മൊട്ട തന്നെയാണ് നമുക്ക് ഇവിടെ ഈ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഫ്രൂട്ടുകൾ നമുക്കിവിടെ കാണാം. ഇത് ഒരു കെനിയയിലുള്ള ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫ്രൂട്ട് നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. വളരെ ഒറിജിനലായിട്ട് തന്നെ കെനിയയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിശ്വാസികളിലേക്ക്, കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് FCC സന്യാസിനിമാര് ഇത് വളരെ മനോഹരമായിട്ട് ഈ ഒരു സ്റ്റാള് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിന്റെ എൻട്രൻസിൽ തന്നെ ഒരു കുടുംബത്തെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഒരു കഴുതയും വെൽക്കം ചെയ്യുന്ന ഒരു സിസ്റ്ററെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്ന FCCയിലെ തന്നെ സിസ്റ്റർ ടോംസി ഇപ്പോൾ ഷെക്കേന ന്യൂസിനൊപ്പം ചേരുകയാണ്. സിസ്റ്റർ, ഇങ്ങനെ വളരെ കൗതുകരമായിട്ട് ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റാളാണ് സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതെല്ലാം തയ്യാറാക്കിയത്? ഞങ്ങളോട് ചേർന്ന്, ഞങ്ങളുടെ അൽവേർണിയ പ്രോവിൻസിനോട് ചേർന്ന് മിസ്റ്റർ രഘുവും മിസ്റ്റർ ശ്രീദാസും ചേർന്ന് ഞങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കിയ സ്റ്റാച്യൂസാണ് ഇവര്. സിസ്റ്ററിനെ പ്രതിനിധീകരിക്കുന്നത് 30ഓളം വരുന്ന കെനിയൻ സിസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കവാടത്തിൽ നമ്മൾ കാണുന്ന സിസ്റ്റർ. ഈ കഴുത അവർക്ക് എപ്പോഴും വെള്ളമൊക്കെ ചുവന്ന് അവിടെ വീടുകളിൽ എത്തിക്കുന്നതിന് സഹായകരമായ വിധത്തിൽ അവിടെ എവിടെയും കാണുന്ന ഒരു മൃഗമാണ് കഴുത. ഇവിടെ ഇപ്പോൾ ഈ ജെറുസലേം സെന്ററിൽ സ്റ്റാളിലേക്ക് വളരെയധികം ആകർഷിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. എങ്ങനെയാണ് ഇത്തരം ഒരു സ്റ്റാച്യു ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രചോദനം എന്താണ്? ഒരു ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു എക്സിബിഷൻ എന്ന നിലയിൽ ചിന്തിച്ചപ്പോൾ ആ നാട്ടില് ഞങ്ങൾ കെനിയൻ മിഷനിലെ സിസ്റ്റേഴ്സ് എങ്ങനെയുള്ള ഒരു ജനതയുടെ ഇടയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, ഒരു മസായി ആദിവാസി ഗ്രൂപ്പിനെയാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുക. ആ കെനിയ പ്രദേശത്തെ ആൾക്കാരെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇതിനൊരു ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഒരു എൻട്ര് കാണിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നാഗാലാൻഡിലെ കൊഹിമ രൂപതയിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും തങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും നിരവധി ഷോളുകളും അവരുടെ പരമ്പരാഗത രീതിയിലുള്ള തൊപ്പികള്, വടികള്, കുന്തങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇവരിവിടെ കൊണ്ടുവന്നുള്ള കാര്യം ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. ഫാദർ, you are introducing the tribal things of the Nagaland. Actually, our idea of exposing this one is to show the others that within the small state of Nagaland, there are 17 major tribes, and all the 17 major tribes, they have their own different traditional attire. Some the muffler, what you see here, or some waistcoat, and the spears are there, there's machetes are there, daws are there, the headgear is there, the sash that is being used. Some of these things are used during the traditional, what is called, ceremonies, during the festivals, or the spears of those days were like used by the warriors. So when head hunting was there, they were using all these things as a means of protection.
The men has to use, these are not used by women, but used by men. Spears and dowels are used by men. And they are meant to use for protection. They stand as security for the women and children in the villages. And we have basically opened this stall also to introduce ourselves and our mission. The first baptism was in 1952, but the mission actually began in 1948 with the coming of the Spanish sisters who came and worked in Naga Hospital. Those days there were no Catholics. They came to Naga Hospital, built by the Britishers for the Nagas because the Nagas stood for them during the Second World War. തങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പുരുഷന്മാരടക്കം നാഗാലാൻഡിലെ എല്ലാവരും സ്ഥിതി ചെയ്യുന്നത് ഓരോ മലയുടെ മുകളിലാണെന്നാണ് ഈ വൈദികൻ നമ്മോട് പങ്കുവെക്കുന്നത്. അവരെല്ലാം വിവിധങ്ങളായിട്ടുള്ള കുന്തം, കത്തികളടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് തങ്ങളുടെ തന്നെ സംരക്ഷണത്തിന് വേണ്ടി, കുട്ടികളുടെയും സ്ത്രീകളടക്കമുള്ള സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും കുന്തങ്ങളും കത്തുകളും അടക്കം നമുക്കിവിടെ ഈ സ്റ്റോളിൽ കാണാൻ സാധിക്കും. സിസ്റ്റർ, ഹൗ ഡു യു ഫീൽ ദിസ് മിഷൻ എക്സ്പീരിയൻസ്? For me, personally speaking, it's a very wonderful experience, and I am witnessing this mission for the first time. So, as we go around different tribes, different mission, different exhibition, it's a very wonderful experience for me. And in this stall itself, it's a very great experience for me. ലിറ്റിൽ ഡോട്ടേഴ്സിന്റെ ഒരു സ്റ്റാളിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവരിവിടെ വ്യത്യസ്തങ്ങളായിട്ട് ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബൈബിളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് തങ്ങളുടെ സന്യാസ സഭയുടെ ക്യാരിസങ്ങളെ കുറിച്ചൊക്കെ വിവരിച്ചിരിക്കുന്ന ഒരു സ്റ്റാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ തുടങ്ങിയിട്ട് അധികം നാളായില്ല കേരളത്തിൽ വന്നിട്ട്. 975 വന്നത്. ഇറ്റലിയിലായിരുന്നു ഇതിൻ്റെ ആരംഭം. പിന്നെ കേരളത്തിലോട്ട് വന്നത് 1981. അധികാരം അറിയാൻ സാധ്യതയില്ലാത്തതിനാന്ന് വെച്ചാൽ ഞങ്ങൾ ഉടനെ ആദ്യകാലങ്ങളിൽ ഫോർമേഷൻ ഇറ്റലിയിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ഈയിടയ്ക്കാണ്, ഒത്തിരി നാളായില്ല ഇവിടെ. ഇപ്പോൾ വന്നിട്ട് സിസ്റ്റേഴ്സ് ഉടുപ്പിട്ട് കഴിഞ്ഞിട്ട് പ്രൊഫഷൻ ചെയ്തിട്ട് ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇറ്റലിക്ക് പോകുന്നില്ല. അതുകൊണ്ട് പയ്യെ ഞങ്ങൾ വളർന്നു വരുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് നിങ്ങൾ ഈ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത്? ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇറ്റലിയിലെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സന്യാസ സംഹിത അനുസരിച്ചാണ്, നിയമാവലി അനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കുരിശും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മെഡലുമാണ് കാണുന്നത്. പിന്നെ വിശുദ്ധ ജോൺ ഗുൾബർട്ടാണ് സെൻറ്റ് ബെനഡിക്റ്റിൻ്റെ നിയമാവലി അനുസരിച്ച് ഒരു സഭ തുടങ്ങിയതാണിത്. അതിൻ്റെ അംഗങ്ങളാണ് ഞങ്ങൾ. പുതിയതായിട്ട് ഈ വർഷം 6 മാസം മുൻപ് പഞ്ചാബിന് പോയി. പഞ്ചാബിലെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണുള്ള ഒരു തൊപ്പിയാണത്. ഞങ്ങളുടെ ക്യാരിസം ക്ഷമിക്കുന്ന സ്നേഹമാണ്. ഈ ഒരു സ്റ്റാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു സംരംഭമാണ്. അതായത് ഓഡിയോ ബൈബിൾ. ആളുകൾക്ക് എവിടെ പോയാലും സമ്പൂർണ്ണ ബൈബിൾ ഓഡിയോ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു തയ്യാറാക്കിയിരിക്കുകയാണ്. രക്ഷാവചനം എന്നാണ് ഇതിന്റെ പേര്. POC ഓഡിയോ ബൈബിളാണ്. ചേട്ടാ, ഇത് മലയാളം ബൈബിളാണ്. എന്താണിത്, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് മലയാളം ബൈബിളാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ നിലമ്പൂർ തേക്കിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒറ്റ പീസിൽ ചെയ്തിരിക്കുന്ന നല്ല ഷേപ്പിൽ നല്ല രൂപത്തിൽ ചെയ്തിരിക്കുന്ന ബൈബിളാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പൂർണ്ണമായിട്ടും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ നോബിൽ നമുക്ക് ഇഷ്ടമുള്ളത് കാണാം. അധ്യായങ്ങൾ കാര്യങ്ങളെല്ലാം ചൂസ് ചെയ്തെടുക്കാം. പിന്നെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡിവൈസാണ്. ഒരു തവണ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 20 മണിക്കൂറിന് മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിലോട്ടാണെങ്കിലും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ തന്നെ പൂർണ്ണമായിട്ടും വചനം കേട്ടോണ്ടിരിക്കാം, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി പ്രത്യേകിച്ച് കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള അധ്യായങ്ങൾ മാത്രം വേണമെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് വയ്ക്കാം. ഇനി സ്ലീപ്പ് ഫെസിലിറ്റീസ്, അതായത് നമുക്കിപ്പോൾ കേൾക്കാൻ പോകുമ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ കേട്ടിട്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൈം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം വരെ ഇത് ഓണായി പ്രവർത്തിച്ചിട്ട് ആ സമയത്തിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നതായിരിക്കും. അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാരാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഇത് ചെയ്തിരിക്കുന്നത് സുനോജ് ആന്റണിയാണ്. അവർ എറണാകുളത്താണ് ബേസ്ഡ് ആയിട്ടുള്ള ഓഫീസ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? IT കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ നിലവിൽ POC ഈ ബൈബിൾ പ്രൊജക്റ്റുമായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നു. ആകാശപ്പറവുകളുടെ ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹം തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്റ്റോളാണ്, ഒരു എക്സിബിഷൻ കൗണ്ടറിന് മുമ്പിലാണ് നമ്മളോട് നിൽക്കുന്നത്. മിഷനിലൂടെ പൊതുജീവനിലേക്ക് പ്രവേശിച്ച പലരുടെയും ഫോട്ടോകളും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തെല്ലാമാണ് നിങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ? എന്തൊക്കെയാണ് നിങ്ങളുടെ ജനങ്ങളിലേക്ക് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ആകാശപ്പറയുടെ കൂട്ടുകാരെന്ന് പറയുമ്പം തെരുവിലലയുന്ന ഭിക്ഷാടകരും മാനസരോഗികളും എല്ലാവരും തിരസ്കരിക്കപ്പെട്ട സഹോദരങ്ങളുടെ കൂട്ടായ്മയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിൻ്റെ സ്ഥാപക പിതാവ് ജോർജ് കുറ്റിക്കിലച്ചൻ 1993 ആരംഭിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 100-100ഓളം സെൻറ്ററുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ തെരുവിലലയുന്ന മക്കൾക്ക് വേണ്ടി ഇതിൽ ആരംഭിച്ചു. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അച്ഛന് ഒരു സമർപ്പിത സമൂഹം ആരംഭിച്ചു. ആ സമൂഹത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. പ്രധാനമായിട്ടും
തെരുവിൽ അലയുന്ന എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മക്കളെ ആശ്രമങ്ങളിൽ കൊണ്ടുവരികയും അവരെ ശുശ്രൂഷിക്കുകയും വരുമ്പോൾ തന്നെ അവരെ മാലയിട്ട് സ്വീകരിക്കുകയും അവരുടെ പാദങ്ങൾ ചുംബിച്ച് അവരെ നമ്മുടെ ആശ്രമത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. പിന്നെ അവർ ഒരുമിച്ചുള്ള ജീവിതമാണ്. അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അവരോടുകൂടെ മുഴുവൻ സമയം അവരോടുകൂടെ ആയിരിക്കുകയും അതിനുശേഷം ഈശോയുടെ സ്നേഹം നമ്മളിലൂടെ അവരിൽ ഒഴുകപ്പെടുകയും അതിൻ്റെ ഭാഗമായി അവർ കൂടുതൽ സൗഖ്യത്തിലേക്ക് വരികയും പിന്നീട് അവർ വർഷങ്ങളായി വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് തെരുവോരം അലഞ്ഞിരുന്ന മക്കൾ ഈശോയുടെ സ്നേഹം നിറയുമ്പോൾ അവർ തൻ്റെ വീടുകളെക്കുറിച്ച് ഓർക്കുകയും നാട്ടുകാരെക്കുറിച്ച് ഓർക്കുകയും വീട്ടിൽ പോകണം എന്നുള്ള ചിന്തയൊക്കെ അവർക്ക് ഉണ്ടാവുകയും ഞങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 300-ലധികം മക്കളെ ഇതുപോലെ സ്ട്രീറ്റിൽ കുറേ വർഷങ്ങളായി തെരുവിൽ അഴിഞ്ഞിരുന്ന ഈ മക്കളെ ആശ്രമത്തിൽ കൊണ്ടുവരികയും വീടുകളിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ എത്തിക്കുമ്പോഴെല്ലാം ഉണ്ടായ അനുഭവം, ഈ മക്കൾ തന്നെ ഈശോയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായത്. അവരോട് ചോദിക്കും, നിങ്ങൾ എത്രയും നാളായിരുന്നു? ചോദിച്ചപ്പോൾ ഞാൻ യേശുവിൻ്റെ ഭവനത്തിലായിരുന്നു, യേശുവിൻ്റെ ആൾക്കാരാണ് ഞങ്ങളെ ശുശ്രൂഷിച്ചത്, യേശുവയാണ് ഞങ്ങളെ നോക്കി ഇങ്ങനെ ഇവരെ ശുശ്രൂഷിക്കുവാൻ ഒക്കെ അവസരം ഒരുക്കി തന്നത്. അപ്പോൾ ഈ മിനിസ്ട്രിയിലൂടെ ഈശോയുടെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ ഈ എളിയ മക്കളിലൂടെ, ഈ മുറിവേറ്റ മക്കളിലൂടെ നമുക്ക് സാധിക്കുന്നു. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷ. SMI കോൺഗ്രിഗേഷൻ തങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റാളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും വിവിധ തരത്തിലുള്ള തങ്ങളുടെ വർക്കുകൾ, ആതുരാലയങ്ങൾ അടക്കമുള്ള, വില്ലേജ് മിനിസ്ട്രി അടക്കമുള്ള തങ്ങളുടെ സേവന മേഖലകളെ കുറിച്ച് വിവരിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു സിസ്റ്ററോട് തന്നെ ചോദിച്ചറിയാം. സിസ്റ്റർ, നിങ്ങളുടെ ഒരു കോൺഗ്രിഗേഷനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ലോകത്തോട് പറയാനുള്ളത്? Our congregation is started for evangelization and catechesis, to reach to the villages, to help the women, girls and children, to help them is to give them about Jesus, love Jesus, and to give them the faith especially. How do you feel about this exhibition? I think this is the best way to give about our mission and activities to people and to evangelize them in a better way. How did you arrange all these things? It just all together as a congregation is given an opportunity so that we all came together, planned such a way, and we have got it through. മിയാവോ രൂപത ഈ എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കൗണ്ടറാണ്. നമ്മോടൊപ്പം മിയാവോ രൂപത എന്നുള്ള ഒരു മലയാളി വൈദികന് ചേരുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ട്രൈബലുകൾ നമുക്ക് കാണാം. മിയാവോ രൂപതയിൽ നിന്ന് വന്നിരിക്കുന്ന അവിടുത്തെ തന്നെ സ്വദേശികളായിട്ടുള്ള കുട്ടികളുമുണ്ട് അച്ഛൻ്റെ ഒപ്പം. അച്ഛ, എങ്ങനെയുണ്ട് ഈ ഒരു എക്സിബിഷനൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? വളരെ സന്തോഷം ഇവിടെ വരുവാനും ഈ എക്സിബിഷനിൽ പങ്കെടുക്കുവാനും. അതേപോലെ ഇവർക്ക് എല്ലാവർക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇത്. ആദ്യമായിട്ട് ഗോഡ്സ് ഓൺ കൺട്രിയിൽ വരികയും നമ്മുടെ ഈ വിശ്വാസം കാണുകയും നമ്മുടെ ഈ ഇവിടുത്തെ ജനങ്ങളുടെ തീക്ഷ്ണതയും കാണുമ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ വിശ്വാസം വർദ്ധിക്കുമെന്നുള്ള തീർച്ചയായുള്ള ഒരു ഉറപ്പിലാണ് എനിക്ക് ഇവിടെ. ദൈവം ഇവരുടെ വിശ്വാസം വളർത്തട്ടെ, അതേപോലെ നമ്മുടെയും തീക്ഷ്ണത കൂട്ടട്ടെ എന്ന ആ ഒരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞങ്ങളുടെ സ്റ്റോളാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ സ്റ്റോളിൽ കാണിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പല ട്രഡീഷൻ ഓഫ് ഞങ്ങളുടെ പീപ്പിള്, അവരുടെ ഹൗസുകൾ, ഞങ്ങളുടെ മിഷൻസിലെ ചലഞ്ചസ്, അതൊക്കെ ഞങ്ങൾ ഈ സ്റ്റോളിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. I'll introduce you to our state. These are the tribes of our state. We have about total 28 tribes in our state. So these are some of the major tribes' costume. Since we couldn't manage to bring out all the 28 costumes, here are some. And you can see our sisters have been wearing some of the other traditional dresses. Here you can see the local houses of our villages, of our area. Since till today, the majority of our population is still farmers. So our houses in the village areas are made of woods, bamboos and hays. Since we are in the hilly regions, we don't have to worry about floods and all, because if it rains, the raindrops, it will not stay still and rise, but it will flow down to the lower lying regions. So we don't have to worry about floods and all. And in our area, because some villages are so remote that there are only 3 to 4 believers and their church has not been built yet. So there our fathers and preachers go, and we have mass in houses. In this picture, as we can see, we have conducted a mass in the house. This is a map of our Miao diocese. It is in the eastern Arunachal region. ഈ എക്സിബിഷനെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു സംരംഭമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ നിയമം ഒരു സിംഗിൾ പോസ്റ്ററിൽ മുഴുവൻ അച്ചടിച്ചു വെച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും.
ഇത് വായിക്കണമെങ്കിൽ നമ്മൾ ലെൻസ് ഉപയോഗിച്ച് വേണം വായിക്കാനായിട്ട്. ലെൻസ് ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ അക്ഷരങ്ങളെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഇത് ഇംഗ്ലീഷിലാണ് ഈ ഒരു പുതിയ നിയമം തയ്യാറാക്കിയിരിക്കുന്നത്. ഭാരത സർക്കാർ ക്രൈസ്തവ സഭയെ തപാൽ സ്റ്റാമ്പിലൂടെയും നാണയങ്ങളുടെയും മുദ്രണം ചെയ്ത അവസരങ്ങളെക്കുറിച്ച് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. വിശുദ്ധ അൽഫോൻസാമയുടെ ചിത്രം ആലേഖനം ചെയ്ത 100 രൂപയുടെയും 5 രൂപയുടെയും നാണയങ്ങളും, അതുപോലെ തന്നെ വിശുദ്ധ ചാവറ പിതാവിന്റെയും വാഴ്ത്തപ്പെട്ട റാണിയം മരിയയുടെ അഭിവന്ധ്യ പൗവത്തിൽ പിതാവിന്റെ അടക്കമുള്ള സ്റ്റാമ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് നമ്മളിവിടെ കടന്നു വരുമ്പോൾ വിവിധ സ്റ്റാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ആൻഡ് ലൂസൺ സന്യാസിനി സമൂഹത്തിന്റെ ബാംഗ്ലൂർ പ്രോവിൻസിന്റെ ഒരു സ്റ്റാളാണ്. തങ്ങളുടെ വിവിധ മിഷൻ സ്റ്റാളുകളെ കുറിച്ചും മിഷൻ സ്റ്റേഷനെ കുറിച്ചും എല്ലാം ചിത്രത്തിലൂടെയൊക്കെയും പോസ്റ്ററിലൂടെയൊക്കെയാണ് ഇവരിപ്പം ഇവിടെ സന്യാസ രൂപീകരണം, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവന പാത, സുവിശേഷവൽക്കരണം അടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് തങ്ങളുടെ സ്റ്റാളുകളിലൂടെ ഇവര് ജനത്തെ അറിയിക്കാനായിട്ട് ലക്ഷ്യമിടുന്നത്. കാലത്തിന്റെ ആവശ്യകത അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള വലിയ ദൗത്യത്തിലൂടെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. സ്റ്റാർട്ടിംഗ് മിഷൻ ടേക്കിംഗ് കെയർ ഓഫ് ദ മദർ ആൻഡ് ചിൽഡ്രൻ ആയിരുന്നു. ഇപ്പം കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് സ്കൂളുകളിലേക്കും സോഷ്യൽ വർക്ക് സെന്ററുകളിലേക്കും ഞങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂർ പ്രോവിൻസിന്റെ കീഴിൽ നിന്നാണ്. ബാംഗ്ലൂർ പ്രോവിൻസിന്റെ കീഴിൽ എന്ന് പറയുമ്പോൾ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രയുടെ ചെറിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രോവിൻസ് ആണ്. മിഷൻ സ്റ്റേഷൻസ് അഗെയിൻ വി ഹാവ് നോർത്ത് ഈസ്റ്റ്, then we have our congregation all over within India and outside the India. And happy ആയിട്ട് ഈശോയ്ക്ക് വേണ്ടി നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളൊരു പ്രത്യേകതരം ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. എന്തെല്ലാമാണ് നിങ്ങൾ ഈ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത്? ദിസ് ഈസ് എ സ്പെഷ്യൽ സ്പോൺസർ ഫ്രം ഞങ്ങളുടെ സ്റ്റുഡൻസ് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞത് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, ഞങ്ങൾ ആരാന്നാണ് നിങ്ങളുടെ അത് ജസ്റ്റ് ഡെമോ ആൻഡ് ഗിവേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ മദറായിട്ടാണ്, ഞങ്ങളുടെ ഒരു അമ്മയെ പോലെയാണ് ഞങ്ങൾ നോക്കുന്നത്. അതാണ് അവരോട് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ഹോസ്പിറ്റൽ മിഷൻ ഞങ്ങളുടെ പിള്ളേരോട് ഞങ്ങളുടെ മിഷനെ പറ്റിയും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതും വേറെ സ്റ്റുഡൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അവരാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഇത് ചെയ്യാം, ഇതാണ് ഞങ്ങൾക്ക് യൂത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. ഹോസ്പിറ്റൽ മിഷനാണ് ബേസിക്കലി ആദ്യമേ തുടങ്ങിയത്. ദൈവം വിളി നിർത്താത്തത് കൊണ്ട് കുറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ദൈവം വിളി ഒരിക്കലും നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തിച്ചാലും മിഷനിലേക്ക് പിള്ളേരെ നമ്മുടെ സന്തോഷം പകർന്നു കൊടുക്കാൻ, നമ്മുടെ ലൈഫിനെ പറ്റി സന്തോഷമായിട്ട് തന്നെ പകർന്നു കൊടുത്താൽ ദൈവവിളിയിലേക്ക് പിള്ളേർക്ക് പ്രോത്സാഹനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന സന്യാസമാണ്. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കുട്ടികൾ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും വരുന്നുണ്ട്. മണിപ്പൂരിന്റെ കൾച്ചറും സംസ്കാരവും എല്ലാം ഒത്തിണങ്ങിയ ഷാളുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വൈദികരും ഇപ്പൊ ഇവിടെ ഉണ്ട്. ഫാദർ, you have arranged a very good stall here. Here we have only just few representative of different tribes and different culture. So each tribe, each culture has got a unit system. So for example here, this is Nagas culture, mostly used by Pumai, Mau and other Nagas. And that is waistcoat, is also for a Naga waistcoat. And then back is a Roman back. And then that is a cookie bag, that is a comb. And then this is marine. So different cultures we have this represented. മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് ലോകത്തിന് മുന്നിലേക്ക് അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നസ്രത്ത് സന്യാസിനി സമൂഹം തങ്ങളുടെ ഒരു കൊച്ചു സ്റ്റാൾ ഇവിടെ ഒരുക്കിയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. വിവിധ തരത്തിലുള്ള സിസ്റ്റേഴ്സിന്റെ ഒക്കെ ചിത്രങ്ങളെല്ലാം കാർട്ടൂണിലൊക്കെ വെട്ടി ഒട്ടിച്ച് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. പഞ്ചാബ്, ഡൽഹി, ആസാം, മധ്യപ്രദേശ് അടക്കമുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുക എന്നൊരു ദൗത്യമാണ് ദൈവം ഇവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. സിസ്റ്റർ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം? ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായിട്ട് പോകുന്നു. നോർത്തിലാണെങ്കിലും ഞങ്ങൾ വളരെ നന്നായിട്ട് തന്നെ സേവനം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് വില്ലേജ് പ്രവർത്തനം, സ്റ്റേ പ്രോഗ്രാം, അങ്ങനെ കുടുംബങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ള വിവിധതരം പ്രവർത്തനങ്ങൾ ഒത്തിരി നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ തന്നെയാണ് തയ്യാറാക്കിയത്. എങ്ങനെയാണ്, കോൺഗ്രേഷൻ പറഞ്ഞുകൊണ്ടാണോ അതോ ഇത്തരം ഒരു മിഷൻ തങ്ങളുടെ മിഷനുകളെ ലോകത്തിന് മുന്നിൽ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഇത്? ഞങ്ങളിത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങളുടെ മിഷനെ കുറിച്ച് എല്ലാവരുമായിട്ട് ഇവിടെ കേരളത്തിൽ തന്നെ ഞങ്ങൾ മിഷൻ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നത്, മിഷനിൽ എവിടെ എല്ലായിടത്തും ചെയ്യുന്നത് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് ഇതിന് എല്ലാം തയ്യാറാക്കിയതും ഇപ്പം ഇത് അവതരിപ്പിക്കുന്നതും. സ്കൂളുകളിലൂടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് പ്രധാനമായിട്ടും ഞങ്ങൾ നോക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ സ്കൂളിൽ വരുന്ന കുട്ടികളുമായിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റ് വെക്കുകയും പ്രത്യേകിച്ച് തകർന്ന കുടുംബങ്ങളിലെ കുട്ടികളെ
വൈകുന്നേരം സ്കൂൾ അവേഴ്സിന് ശേഷം അവരുടെ വീടുകളിൽ പോയി മാതാപിതാക്കളെയും കുടുംബ സാഹചര്യങ്ങളുമൊക്കെയായി കൂടുതൽ പരിചയപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങളും കൗൺസിലിങ്, പിന്നെ ഇമോഷണൽ സപ്പോർട്ട് അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. ആസാമിലെ ബൊങ്കായ്ഗൺ രൂപതയിൽ വർക്ക് ചെയ്യുന്ന മലയാളി വൈദികരാണ് ഇവിടെ ഈ ഒരു സ്റ്റാൾ ഇട്ടിരിക്കുന്നത്. തങ്ങൾ വർക്ക് ചെയ്യുന്ന ബോറോ എന്ന ആദിവാസി ട്രൈബിനെ കുറിച്ചും അവിടുത്തെ വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളും വിവിധ ഷോളുകളൊക്കെ പരിചയപ്പെടുത്തുക, കേരള സമൂഹത്തിനും അതോടൊപ്പം തന്നെ ഇവിടെ കാണാൻ വരുന്ന എക്സിബിഷനിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ സ്റ്റാൾ ഇട്ടിരിക്കുന്നത്. അച്ഛാ, നിങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഈ സ്റ്റാൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ രൂപതനെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നതാണ്. ഞങ്ങളുടെ രൂപതയുടെ പേര് ബൊങ്കേഗൺ രൂപത, മെത്രാന്റെ പേരാണ് തോമസ് പുള്ളോപ്പിള്ളിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ കാണിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് എവഞ്ചലൈസേഷൻ, ഫെയ്ത്ത് ഫോർമേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ്, പിന്നെ മെഡിക്കൽ, ഹെൽത്ത് സെക്ടർ, പിന്നെ എഡ്യൂക്കേഷൻ, എല്ലാ ഫീൽഡിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖല കാണിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ പ്രവർത്തന മേഖല കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്നത് പ്രേഷിതാരം സിസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റാളാണ്. വളരെ മനോഹരമായിട്ട് ഒരു സ്റ്റാള്, സിസ്റ്റേഴ്സിന്റെ ഒക്കെ അടക്കമുള്ള ചെറിയ സ്റ്റാച്ചുകള്, ചിത്രങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റാളാണ്. സിസ്റ്റർ, ഒരു പ്രേഷിതാരം സന്യാസിനി സമൂഹത്തിന്റെ വിവിധ പ്രവർത്തന മേഖലകളെ കുറിച്ച് ഈ സ്റ്റാളിലൂടെ വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഓക്കെ, ഞങ്ങളുടെ ക്യാരിസം എന്ന് പറയുന്നത് കാറ്റഗിസം, ഇവാഞ്ചലൈസേഷൻ, ഹൗസ് വിസിറ്റിംഗ്, സ്കൂളുകൾ, ഇതൊക്കെയാണ്. ഇത് ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ മിഷൻ സ്റ്റേഷൻ, അത് മധ്യപ്രദേശിലെ സത്തനയാണ്. അപ്പം ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്ന സത്തന രൂപതയിൽ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്നാണ്. അവിടെ ഞങ്ങൾക്ക് 3 സ്കൂളുകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹിന്ദി മീഡിയം സ്കൂള്, സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതുകൂടാണ്ട് ടൈലറിങ് സെൻറ്റർ, പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈലറിങ് സെൻറ്റർ ഉണ്ട്, വില്ലേജ് വർക്കുകളുണ്ട്, അവിടെ പോയിട്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു. കാറ്റഗിസം, ഇവാഞ്ചലൈസേഷൻ, ഇതെല്ലാം ഞങ്ങൾ നടത്തുന്നത് ദിവ്യകാരുണ്യനാഥനിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട്. നോർത്ത് ഈസ്റ്റിലെ വിവിധ ഭാഗങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും സന്യസ്തരുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന. അവരിട്ടിരിക്കുന്ന ഒരു സ്റ്റോളാണ്. തങ്ങളുടെ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് അവർ നോർത്ത് ഈസ്റ്റിലെ മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഫാദർ, what all things you would like to say about this stall? See, this is a Northeast Community Health Association. It was started in 1986 by a priest. And its main motto is that we go to the interior villages. Not only we take care of the people's faith, also we help them to take care of their health. So we give awareness on different diseases and also the locally available medicines to cure those sickness instead of going to the hospital immediately. And we also have awareness programs and health camps for the village people to benefit and keep themselves in good health. So that is our main motto. സിസ്റ്റർ, എങ്ങനെയാണ് സിസ്റ്ററിന്റെ ഒരു പ്രവർത്തന മേഖല എങ്ങനെയാണ്? ഞാൻ മേഘാലയയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഡിസ്പെൻസറിയിലാണ്. അപ്പോൾ അവിടെ ഒത്തിരി ഇൻറ്റീരിയർ ഏരിയ ആണ്, ഒത്തിരി റിമോട്ട് ഏരിയ ആണ്. ഒരു 15 വില്ലേജാണ് തൊട്ടടുത്തുള്ളത്. അറൗണ്ട് 60 വില്ലേജിലോട്ട് നമ്മൾ നമ്മുടെ സർവീസ് കൊടുക്കുന്നുണ്ട്. അവിടെ ഒത്തിരി ഹോസ്പിറ്റൽസ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത, സൗകര്യങ്ങളില്ലാത്ത, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ ഞാൻ അവിടെ വരുന്ന പേഷ്യൻസിന് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നു. അതായത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ. പിന്നെ ഒത്തിരി ഫ്രീ ആയിട്ടും അങ്ങനെയൊക്കെ മെഡിക്കൽ ക്യാമ്പ്സ് അവൈലബിൾ ആക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു റൂറൽ ഏരിയയിലാണ്, അണ്ടർ ടെസ്പോർട്ട് ഡയസിസിൽ. അവിടെ ടീ ഗാർഡനിലുള്ള മക്കളാണ് കൂടുതലായിട്ടുള്ളത്. എല്ലാവർക്കും ഇങ്ങനെ TB, മലേറിയ, ഡയറിയ അങ്ങനത്തെ ഡിസീസാണുള്ളത്. അവിടെ ഞങ്ങൾ സേവനം ചെയ്യുന്നു. ഞാൻ രൂപതയുടെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് അവയർനെസ് കൊടുക്കുന്നു. കൂടാതെ പെരിഫറിലേക്ക് പോയിട്ട് സ്കൂളുകളിൽ കൂടിയും വില്ലേജ് വർക്കേഴ്സിൻ്റെ കൂട്ടത്തിലും വർക്ക് ചെയ്തുകൊണ്ട് ക്യൂറേറ്റീവ് വർക്ക്സ്, അതുപോലെ തന്നെ ഹൈജീനിക്, ന്യൂട്രീറ്റീവ്, ടീനേജ് പ്രോബ്ലംസ് കൗൺസിലിംഗ് ഓൾസോ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ എക്സിബിഷൻ കൗണ്ടറിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റാളില് ഫിയാത്ത് മിഷൻ തന്നെ തങ്ങളുടെ സ്റ്റാൾ ഇട്ടുകൊണ്ട് തങ്ങളുടെ പ്രവർത്തന ശുശ്രൂഷ മേഖലകളെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇട്ടിരിക്കുകയാണ്. ചേട്ടാ, എന്തെല്ലാമാണ് നിങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്? ഇവിടെ 60 സ്റ്റാളുകൾ പല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ പല വൈദികരും സന്യസ്തരും അവരുടെ മിഷൻ പ്രദേശത്തെക്കുറിച്ച് പറയാനും
ഈശോയെ കൂടുതൽ അനുഭവിച്ചറിയാനുള്ള സ്റ്റാളുകൾ, 60 സ്റ്റാളുകൾ, അതുപോലെ തന്നെ ബൈബിളിനെ കുറിച്ച് ലോകം മുഴുവൻ മിഷണറീസിനെ കൂടുതലായിട്ട് ക്ഷണിക്കുന്ന തരത്തിലുള്ള സ്റ്റാളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫിയാത്ത് മിഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് ബൈബിൾ പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വിവിധ ഭാഷകളിൽ ബൈബിൾ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിയാത്ത് മിഷൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യം. ഇപ്പോൾ തന്നെ 23ഓളം ഭാഷകളിൽ നമ്മൾ ബൈബിൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും അനേകം ഭാഷകളിലെ ബൈബിൾ പ്രിൻറ്റിങ്ങിൻ്റെ ഓർഡറുകൾ നമുക്കുണ്ട്. നമ്മുടെ ഒറീസയിലെ പ്രസ് സന്നദ്ധമായിക്കൊണ്ടിരിക്കുന്നു. അത് ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു പുതിയ ദൗത്യവുമായിട്ട് അനേകം ഭാഷകളിലേക്ക് ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന ആ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഫിയാത്ത് മിഷൻ്റെ ഈ മിഷൻ കോൺഗ്രസ്സിൽ പങ്കെടുക്കുന്നത്. 4ാമത്തെ മിഷൻ കോൺഗ്രസ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉണർവ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഫിയാത്ത് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കപ്പെടുന്ന ഈ ഒരു മിഷൻ കോൺഗ്രസ്. ഈ ഒരു മിഷൻ കോൺഗ്രസിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന എക്സിബിഷൻ കൗണ്ടറിലേക്കൊക്കെ ചെന്നിരുന്നോ? കൗണ്ടറുകളൊക്കെ കണ്ടിരുന്നോ? എക്സിബിഷനൊക്കെ കണ്ടിരുന്നോ? തീർച്ചയായിട്ടും ഫുഡിൻ്റെ ചുമതല എനിക്കായതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ എല്ലാ സ്റ്റോളുകളിലും എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് നല്ല ബന്ധം അതുകൊണ്ട് തന്നെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മിഷൻ കോൺഗ്രസിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്നവരാണ് കൂടുതലും, ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വരുന്നവരുമുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ മിഷൻ കോൺഗ്രസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഫിയാത്ത് മിഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർക്ക് നല്ല അഭിപ്രായമാണ്. ഫിയാത്ത് മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം, ദൈവാനുഭവം എന്തൊക്കെയാണ്? ഫിയാത്ത് മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതല്ലാതെ തന്നെ ഞാൻ പാപ്പിറസ് എന്ന് പറയുന്ന വേസ്റ്റ് പേപ്പറുകൾ കളക്ട് ചെയ്ത് അതിലൂടെ ലഭിക്കുന്ന പേപ്പറുകളിലൂടെ നമ്മൾ ബൈബിൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ തലശ്ശേരി രൂപതയിലെ നല്ല ശതമാനം സ്ഥലങ്ങളിലും പോയി വേസ്റ്റ് പേപ്പറുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം എനിക്ക് ഫിയാത്ത് മിഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപതയുടെ, കണ്ണൂർ രൂപതയുടെ ആയാലും തലശ്ശേരി രൂപതയുടെ ആയാലും നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും പിന്നെ നമ്മുടെ വിശ്വാസികളുടെയും നല്ല ഒരു സമീപനമാണ്. എങ്കിലും എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല. അറിയുകയാണെങ്കിൽ കുറെ കൂടെ അത് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് തന്നെ അവർക്ക് ഈ ഒരു പാപ്പിറസ് പദ്ധതിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ശേഷം വ്യക്തിപരമായിട്ട് കിട്ടിയേക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, പരീക്ഷയിൽ അതുവരെ പരീക്ഷയിൽ ജയിക്കാതിരുന്ന കുട്ടികൾ വിജയം വരിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ കുറഞ്ഞ സ്കൂളുകളിൽ ഈ ഒരു പ്രോഗ്രാമിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം സ്കൂളുകൾക്ക് നല്ല അഡ്മിഷനുകൾ ലഭിക്കുന്നു. അതുപോലെ വ്യക്തിപരമായിട്ട് ഒരുപാട് പേരുടെ പിന്നെ ജോലി ലഭിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വ്യക്തികൾ ഈ ഒരു പാപ്പിറസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫിയാത്ത് മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ ഒരു എളിയ പ്രവർത്തകൻ മാത്രമാണ് ഞാൻ. കണ്ണൂർ തലശ്ശേരി രൂപതയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ പോലും അതിനോട് എനിക്ക് മുന്നേ പ്രവർത്തിക്കാൻ തുടങ്ങിയവരും എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സജീവമായ സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ പുലർത്തുന്ന തരത്തിലുള്ള ഒരു എക്സിബിഷനാണ് ഇപ്പം ജെറുസലേം ധ്യാനകേന്ദ്രം വേദിയായിക്കൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള കൗണ്ടറുകൾ, വിവിധ കോൺഗ്രിഗേഷനുകൾ, വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം പരിചയപ്പെടുത്തുന്ന ഈ എക്സിബിഷനുകൾ വളരെ ശക്തമായിട്ട് തന്നെ, വളരെ ശ്രദ്ധേയമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിഷനെ അറിയുക, മിഷനെ സ്നേഹിക്കുക എന്ന ലക്ഷ്യവുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്താരാഷ്ട്ര കോൺഗ്രസിൽ തയ്യാറായിരിക്കുന്ന ഈ ഒരു എക്സിബിഷൻ കാണുവാൻ ദിനം പ്രതി നിരവധി പേരാണ് തൃശ്ശൂരിലെ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് സിയോൻ ജോസിനൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.